ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ ആണ് വിശദീകരിച്ചത്. ഇതിൽ വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് നിൻ്റെ ഖദ്ദിനെ, ഖദ്ദ് എന്ന് പറഞ്ഞാൽ കവിൾ, നീ അതായത് ശരിക്കരുത് എന്നാണ്. ലാ തതക്കബ്ബർ എന്നതിൻ്റെ മാന, നീ അഹങ്കരിക്കരുത്. അഹങ്കാരിയുടെ സ്വഭാവമാണ് ആളെ കണ്ടാൽ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇതിന് തലചരിക്കുക എന്നുള്ളത്. അവിടെ ലാ തുസഇർ ഖദ്ദക ലിന്നാസ് എന്ന അതിൻ്റെ അർത്ഥം ഷൻഖീതി തഫ്സീറിൽ പറഞ്ഞത് ലാ തതക്കബ്ബർ, നീ അഹങ്കരിക്കല്ലേ. അഹങ്കാരത്തിൻ്റെ വിഷയമാണ് ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക, ജനങ്ങളെ കാണുമ്പോൾ തല തിരിക്കുക എന്നുള്ള സ്വഭാവം എന്നാണ് അവിടെ പറയുന്നത്. ഖദ്ദ് പറഞ്ഞ കവിൾ. വലാ തംശി ഫിൽ അർദി മറഹ, നീ ഭൂമിയിൽ നാട്ടിൽ മറഹായി നടക്കരുത്. വലാ തംശി ഫിൽ അർദി മറഹ. മറഹ് മരീഹ്, മരീഹ എന്ന ഖിറാഅത്തുണ്ട്, മറഹ എന്ന ഖിറാഅത്തുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിഗളിച്ച് അഹങ്കരിച്ചുള്ള നടത്തം, അതാണ് ആ നടത്തം നടക്കരുത്. ഇത് നമുക്ക് സൂറത്ത് ഇസ്രായിൽ വന്നത് എങ്ങനെ? വലാ തംശി ഫിൽ അർദി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർദ വലൻ തബ്ലുഗൽ ജിബാല തൂല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രായിൽ ഇതേ വസിയ്യത്ത് വലാ തംശി ഫിൽ അർദി മറഹ. ഈ മറഹ ആയിട്ടുള്ള നടത്തം അതറിയിക്കുന്നത് എന്നാണ്? അത് ഒരു നിഗളിപ്പിനെയാണ്, അതും അഹങ്കാരത്തെയാണ് അറിയിക്കുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ വിശദീകരിച്ചു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കരിക്കുന്നവൻ, മുഖ്താൽ, ഫഖൂർ പിന്നെ ഫഖ്ർ പറയുന്നവൻ, പൊങ്ങച്ചം പറയുന്നവൻ, മറ്റുള്ളവരെ നിസ്സാരവൽക്കരിച്ച് കൊണ്ട് പൊങ്ങച്ചം പറയുന്നവൻ, അവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞു. ഇത് ഈ വസിയത്തിൻ്റെ ഒക്കെ പ്രസക്തി എന്ത്, പ്രാധാന്യം എന്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അറബികളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ. അന്ന് ആളുകളിൽ ഈ ഫഖ്ർ, അത് പ്രത്യേകിച്ച് ഈ തറവാടുകളുടെ പേരിൽ, കുടുംബങ്ങളുടെ പേരിലൊക്കെയുള്ള ഫഖ്ർ വ്യക്തികളിലുണ്ടായിരുന്നു, കുടുംബങ്ങളിലുണ്ടായിരുന്നു. ഫഖ്ർ സ്വാഭാവികമാണ് അല്ലേ? ഓരോരുത്തരും അഭിമാനികളാണ്, അഭിമാനം വേണം. പക്ഷേ അത് അതിന് വിടുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. അനൻ നബി, ഞാൻ നബിയാണ്, ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. എന്താ? അതൊരു തരം അഭിമാന പറച്ചിലാണ്. അത് മനുഷ്യ സഹജമാണ്, മനുഷ്യരൊക്കെ അഭിമാനം പറയും. പക്ഷേ ആ അഭിമാനം മറ്റുള്ളവരെ തമസ്കരിച്ചും ഇകഴ്ത്തിയുമാകുമ്പോഴാണ് സ്ഖലിതം, തെറ്റാകുന്നത്. അത് ഉമ്മത്തിലുണ്ടാകുന്നതിനെ പിന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് റസൂലുള്ള പറഞ്ഞാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ. 4 കാര്യങ്ങൾ ഉമ്മത്തികളിലുണ്ടാകും, അവരത് ഒരിക്കലും ഒഴിവാക്കില്ല. എന്നിട്ട് പറഞ്ഞു അൽ ഫഖ്റു ബിൽ അൻസാബ് വത്താനു ഫിൽ അഹ്സാബ്, തറവാടുകളെ കുറ്റം പറയുക, കുത്തി പറയുക, തറവാടുകളുടെ വിഷയത്തിൽ പിന്നെ ദുരഭിമാനം പറയുക, പിന്നെ മരണ വീട്ടിൽ അലമുറയിട്ട് കരയുക, പിന്നെ ഞാറ്റുവേലകൾ, മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ഞാറ്റുവേലയിൽ ഇന്ന നക്ഷത്രത്തിൽ അതിനാൽ പെയ്ത മഴയാണ് എന്ന് പറയുക, തുടങ്ങിയ കാര്യങ്ങൾ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് ജാഹിലിയ്യത്താണ്, പക്ഷേ അത് ഇവരും ഉമ്മത്തികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് വിലക്കിക്കൊണ്ട് നമ്മൾ ആ വിഷയമാണ് പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. സൂറത്ത് ഇസ്രായിൽ വലാ തംശി ഫിൽ അർദി മറഹ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിലക്കി. ഭൂമിയിൽ നീ അഹങ്കരിച്ച് അമിതമായ ഊറ്റത്തിൽ പുളകം കൊണ്ടുള്ള നടക്കല്ല. ഇന്നക ലൻ തഖ്രിഖൽ അർദ് വലൻ തബ്ലുഗൽ ജിബാല തൂല എന്നാണ്. നീ നടക്കുമ്പോൾ 2 നിർജീവ വസ്തുക്കൾക്ക് ഇടയിലാണ് നീ നടക്കുന്നത്. നിന്റെ കാലിൻ്റെ ചോട്ടിൽ മണ്ണുമുണ്ട്, നിന്നേക്കാൾ ഉയരത്തിൽ മലയുണ്ട്. പിന്നെ നിർജീവമായ മണ്ണ്, നിർജീവമായി മൂകമായ മല, ഇതിനിടയിലൂടെയാണ് നീ നടക്കുന്നത്. നീ എത്ര നിഗളിച്ച് നടന്നാലും എന്താ, ഈ മണ്ണിനെ പിളർക്കാനോ അല്ലെങ്കിൽ മണ്ണ് താണ്ടി കടന്ന് അതിൻ്റെ അറ്റം കാണാനോ നിനക്ക് സാധിക്കൂല. പർവ്വതങ്ങളോളം ഉയർന്ന് പിന്നെ വർത്തിക്കാനും നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് വലാ തംശി ഫിൽ അർദി മറഹ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രായിൽ പറഞ്ഞത്. അഹങ്കരിക്കരുത്
ഈ നിഗളിച്ചുള്ള നടത്തം നടക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കി. ഇത് ഉണ്ടല്ലോ, ഒരാൾ ഈ ദുഷ്പ്രവണത ഉള്ളവനാണ് എങ്കിൽ അതിൻ്റെ ഫലം, അതിൻ്റെ സ്വാധീനം സമൂഹത്തിലാണ്. ഇവൻ്റെ അഹങ്കാരം, ഇവൻ്റെ നിഗളിപ്പ് അത് മറ്റുള്ളവരിൽ സ്വാധീനിക്കും പ്രതികൂലമായിട്ട്. ഇനി വൈയക്തികമായി ഒരാൾക്കുണ്ടാകുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. അതിനെ തുടർന്ന് ലുഖ്മാൻ എന്നവർ മകനോട് പറയുന്നത് അതാണ്. അതെന്താ? വഖ്സിദ് ഫീ മശീക വഗ്ദുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. എന്താ? വഖ്സിദ് ഫീ മശീക്, നിന്റെ നടത്തത്തിൽ വഖ്സിദ്, നീ മിതത്വം പുലർത്ത്. ഖസ്ദ്, അൽ ഖസ്ദു, ഖസ്ദ് എന്ന് പറഞ്ഞാൽ പറ്റേ ബുത്ത് എന്ന് പറഞ്ഞാൽ പറ്റേ പിന്നെ സാവകാശമാണ്. പറ്റേ സാവകാശം. ഇസ്രാ, എന്താ ഇസ്രാ എന്ന് പറഞ്ഞാൽ സ്പീഡ്. ഇതിന് രണ്ടിനും ഇടയിലുള്ള മിതത്വം. പറ്റേ സാവകാശത്തിൽ നടക്കരുത്, തീരെ ഭയങ്കര സ്പീഡിൽ നടക്കരുതാണ്. വഖ്സിദ്, നീ ഖസ്ദ് പുലർത്തണം. ഫി മശീക, നിൻ്റെ മശീൽ നടത്തത്തിൽ. വഗ്ദുദ് എന്ന് പറഞ്ഞാൽ വഖ്ഫിദ്, പതുക്കെ ആക്കണം, ഒതുക്കണം. നീ ഒതുക്കുകയും പതുക്കെ ആക്കുകയും വേണം. മിൻ സൗതിക, നിൻ്റെ സൗത്ത്. മിൻ എന്നുള്ളത് ഇവിടെ ബയാനിയാണ്. വഗ്ദുദ്, നീ ഒതുക്കണം, പതുക്കെ ആക്കണം എന്നാണ്. ഒതുക്കലും പതുക്കെ ആക്കലും പല വിഷയങ്ങളിലുണ്ട്. ഇപ്പോൾ കണ്ണ് ചിമ്മിനീന് എന്താ പറയുക? എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരി, യഗ്ദൂ അല്ലേ? ഈ എന്താണ് അൽ ഗദ്ദു തറഫ്, പതുക്കെ ആക്കുക എന്നാണ്, ഒതുക്കുക എന്നാണ്. അത് പലതിനും ഉണ്ട്. അപ്പോൾ വഗ്ദൂന്ന് ഇത് കൽപ്പനയാണ്. നീ ഒതുക്ക്. എന്തൊതുക്കണം? സൗതക്, നിൻ്റെ ശബ്ദത്തെ. അപ്പോൾ എന്തൊതുക്കണം? ഒതുക്കേണ്ടത് ശബ്ദമാണ് എന്നുള്ളത് വ്യക്തമാക്കാനാണ് ഈ മിൻ. വഗ്ദുദ് മിൻ സൗതിക, നിൻ്റെ ശബ്ദത്തെ നീ പതുക്കെയാക്കണം, ഒതുക്കിക്കൊണ്ടാക്കണം. അവർക്ക് ഒരു ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാത്ത ലൈലത്തിൻ, ഒരു രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. രാത്രി പോവുക. ഫമറ ബി അബീബക്കറിൻ, അപ്പോൾ റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു തആല അരികിലൂടെ നടന്നു. യുസല്ലി, അബൂബക്കർ നിസ്കരിക്കായിരുന്നു. പിന്നെ അങ്ങനെ ഖാഫിദൻ സൗതഹു, ശബ്ദം പറ്റേ മെല്ലെ ഓതി. ഖാഫിദൻ സൗത്ത്. സുമ്മ മറ ബി ഉമറ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിൻ്റെ അരികിലൂടെ നടന്നു. അപ്പോൾ ഉമർ യുസല്ലി റാഫിയൻ സൗതഹു, ശബ്ദം ഉറക്കനെ ഓതിയിട്ടാണ് നിസ്കരിക്കുന്നത്. ഒരു രാത്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുടെ നടത്തത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മെല്ലെ ഓതി നിസ്കരിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കനെ ഓതി നിസ്കരിക്കുന്നു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. പിന്നെ ലമ്മ ഇജ്തമഅ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അബൂബക്കർ ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സന്ധിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി മറർതു ബിക്, യാ അബൂബക്കർ ഇന്നി മറർതു ബിക്, അബൂബക്കർ ഞാൻ നിങ്ങളുടെ അരികിലൂടെ നടന്നു. അപ്പോൾ അൻത തഖറഉ ഖാഫിദൻ മിൻ സൗതിക്, താങ്കൾ വളരെ മെല്ലെ ഓതിയാണ് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞു. ഖാഫിദൻ മിൻ സൗതിക്. അപ്പോൾ പിന്നെ അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് അസ്മഅതു മൻ നാജൈതു, തിരുദൂതരെ ഖദ് അസ്മഅതു മൻ നാജൈതു, ഞാൻ ആരോടാണോ സംഭാഷണം നടത്തുന്നത്, സംസാരിക്കുന്നത്, ആ അള്ളാഹുവിനെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ മെല്ലെ ഓതി പ്രശ്നമല്ല, കാരണം ഞാൻ അള്ളാഹിനോട് കേൾപ്പിക്കാനല്ല ഓതിയത്. അതുകൊണ്ട് ഖദ് അസ്മഅതു മൻ നാജൈതു, ഞാൻ ആരോടാണ് ആ സംഭാഷണം നടത്തുന്നത്, ആ അള്ളാഹുവിനെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പതുക്കെ ഓതിച്ചിട്ട് പ്രശ്നമല്ലല്ലോ എന്ന് പറയുന്നു. ഉമറിനോട് പറഞ്ഞു, പിന്നെ യാ ഉമർ ഇന്നി മറർതു ബിക് വഅൻത തഖറഉ ഖാഫിദൻ മിൻ സൗതിക്, താങ്കൾ റാഫിയൻ മിൻ സൗതിക്, ശബ്ദം ഉയർത്തിയാണ് ഓതുന്നത് കേട്ടത് എന്ന് പറയുന്നു. അവർ ഉറക്കനാണ് താങ്കൾ ഓതുന്നത്, ഞാൻ നടന്നു പോയപ്പോൾ എന്ന് പറയുന്നു. അപ്പോൾ ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഊഖിദുൽ വിസ്നാൻ വഅത്റുദു ശൈത്താൻ, ഇന്നി ഊഖിദുൽ വിസ്നാൻ, ഞാൻ ആരെങ്കിലും മയങ്ങി ഉറങ്ങുകയോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ ഉണർത്തുള്ളൂ. ഗാഠമായി ഉറങ്ങുന്നവനെ ഉണർത്തുന്ന രീതിയിൽ, അവന് പ്രയാസமான രീതിയിൽ ഞാൻ ഒരിക്കലും ഉറക്കാൻ ഓതൂല്ല. വിസ്നാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മയങ്ങി തൂങ്ങി ഉറങ്ങുന്ന ആളാണെങ്കിൽ മാത്രമേ ഉണരുള്ളൂ. വാത്രുദു ഷെയ്ത്താൻ, ഷെയ്ത്താനെ ഞാൻ എന്ത് ചെയ്യും, ദൂരപ്പെടുത്തും. ആ രീതിയിലുള്ള ഓത്താണ് എൻ്റെ ഓത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് പറഞ്ഞ്, യാ അബൂബക്കർ ഇർഫഅ മിൻ സൗതിക ഷൈഅൻ വയാ ഉമർ ഇഖ്ഫിദ് മിൻ സൗതിക ഷൈഅൻ,
അബൂബക്കർ നിങ്ങൾ ഓതുമ്പോൾ എന്താ ശബ്ദം അല്പം ഉയർത്തുക, ഉമർ നിങ്ങൾ ഓതുമ്പോൾ ശബ്ദം അല്പം താഴ്ത്തുക എന്ന് പറഞ്ഞു. ഒരു രാത്രി ഇറങ്ങിയപ്പോൾ അബൂബക്കർ നിസ്കരിക്കുകയാണ്, ഉമർ നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇതിലാണ് നടന്നത്. അവർ ഖുർആൻ ഓതി നിസ്കരിക്കായിരുന്നു. അപ്പോൾ അബൂബക്കറിൻ്റെ പറ്റ ശബ്ദം താഴ്ത്തിയാണ്, ഉമർ നല്ല ശബ്ദം ഉയർത്തിയാണ്. അപ്പോൾ റസൂലുള്ളാഹി അത് വിശദീകരിക്കുകയും പിന്നെ അവരെ നിർദ്ദേശിക്കുകയും ചെയ്ത വിഷയം ഇതാണ്. ഹഫ്ലു സൗത്ത് ശബ്ദം താഴ്ത്തുക, പതുക്കിയാക്കുക. ആ അർത്ഥത്തിലാണ് ഇവിടെ ഈ താങ്കൾ ഒതുക്കുക, പതുക്കിയാക്കുക മിൻ സൗത്തിക്ക് താങ്കളുടെ ശബ്ദത്തെ. മകനെ വിളിച്ചിട്ട് ലുക്മാൻ എന്നവർ വഖ്സിദ് ഫി മശീഖ് നിന്റെ നടത്തത്തിൽ ഖസ്ദ് വേണം എന്ന് പറഞ്ഞത്. ഖസ്ദ് എന്ന് പറഞ്ഞാൽ പറ്റ പതുക്കിയാക്കാൻ പാടില്ല, തീർത്തും സ്പീഡിലാക്കാൻ പാടില്ല. എന്താ പറ്റ പതുക്കിയാക്കിയ? ഒരാൾ പറ്റ പതുക്കിയാക്കി നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അതിന് ഈ തമാവുത്ത് എന്നാ പറയാ. തമാവുത്ത് മൗത്തിൽ നിന്നാണ് വരുന്നത്. ആയിഷ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? ഒരു മനുഷ്യനെ കണ്ടു. റജുലൻ യതമാവതു ഫീ മശീഹി എന്നാണ് നടത്തങ്ങനെ. തമാവുത്ത് എന്നാണ് മെല്ലെ നടക്കണത് കണ്ടു എന്നാണ്. മെല്ലെ നടക്കണത് എന്താ? കാൽമ മീക്കുട്ടി ഉണ്ടായിട്ടാ. നാടന്മാരങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ കാൽമ മീക്കുട്ടി ഉണ്ട് തോന്നുന്നത്. സ്പീഡിൽ നടക്കേണ്ടടുത്തും എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇറങ്ങാറല്ലേ. ഇത് തമാവുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ മൗത്തിൽ നിന്നാണ് വരുന്നത്. ചത്തവല മാതിരി അറിയില്ലേ. അപ്പോൾ എത്തമാവത്തും എല്ലാം നടക്കണം. അപ്പോൾ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ് മെൻഹാദ ഇത് ആരാണ് ഇങ്ങനെ മെല്ലെ നടക്കണപ്പോൾ ആലോചിക്കാണ്. അപ്പോൾ പറയാണ് ഇന്നഹു മിനൽ ഖുറ, ഒരു വലിയ പണ്ഡിതനാണ്. ഖുറ എന്ന് പറഞ്ഞാൽ അതാണ് പണ്ഡിതൻ, ആലിമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു ഫൈന ഉമർ ഇബ്നുൽ ഖത്താബ് കാന സയ്യിദ് അൽ ഖുറ. ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു സയ്യിദ് അൽ ഖുറ, പണ്ഡിതന്മാരിൽ സയ്യിദ്, നേതാവ്. കാന ഇദാ തകല്ലമ അസ്മഅ വഇദാ മശാ അസ്റഅ വഇദാ ദറബ ഔജഅ. ഉമറായിരുന്നു പണ്ഡിതന്മാരുടെ നേതാവ്. ഉമർ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കുമായിരുന്നു, നടന്നാൽ വേഗത്തിൽ നടക്കുമായിരുന്നു, അടിച്ചാൽ അടിച്ചു എന്ന് അറിയിക്കുന്ന രീതിയിൽ നോവിക്കുന്ന അടി അടിക്കുമായിരുന്നു എന്നാണ്. ഇത് ഇങ്ങനെ മെല്ലെ നടക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അത് ലോകമാന്യതയാണ്, അത് റിയാണ്, ലോകമാന്യതയാണ്. ഒരാളിങ്ങനെ ഞാൻ വലിയ ഭവ്യനാണ്, ഭക്തനാണ്, ഞാൻ വലിയ വിനയ പുരസ്സരനാണ് എന്ന് ബോധിപ്പിക്കാനാണ് ഈ നടത്തം. അല്ലാതെ വേറെന്തെങ്കിലും പിന്നെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള നടത്തമല്ല. അതാണ് തമാവുത്ത് എന്ന് പറയാം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തന്നെ കണ്ടു എന്നാണ് ഒരാൾ. അയാൾ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഈ മുത്തമാവിത്തായിട്ട് നടക്കണം. മുത്തമാവിത്താണ് മെല്ലെ നടക്കണം മൂപ്പര്. അപ്പോൾ ഉമർ പറഞ്ഞു എന്നാണ് എല്ലാ തുമി താലൈന ദീനനാന്നാണ് ഞങ്ങളുടെ ദീനിനെ കൊല്ലല്ലേ എന്ന്, ഞങ്ങളുടെ ദീനിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു എന്ന്. കാരണം ഇത് ഒരു മനുഷ്യൻ്റെ ദീനിനെ കെടുത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരാളങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ അങ്ങനെ നടക്കും, മനസ്സിലായി? അതൊരു ലോകമാന്യതയാണ്. നടക്കുമ്പോൾ പറ്റ സ്ലോ ആക്കാൻ പാടുള്ളതല്ല. എന്നാലോ പിന്നെ ഒന്നായിട്ട് സക്കരിയ സലാഹി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഈ ആന കരിമ്പുംകൂട്ടത്ത് കിടന്ന മാതിരിയല്ലേ, ആ രീതിയിലൊക്കെ തകർത്ത് പൊളിച്ചുള്ള നടത്തവും പാടില്ല. അങ്ങനെ നടക്കുമ്പോൾ എന്തായി? അതൊരു നിഗളിപ്പിൻ്റെയും അഹങ്കാരത്തിൻ്റെയും നടത്തായി. സ്പീഡിൽ ഒന്നായിട്ട് എല്ലാവരെയും വിഗണിച്ചുകൊണ്ടുള്ള നടക്കുമ്പോൾ മെല്ലെ ഇങ്ങനെ നടക്കുമ്പോൾ അതെന്താണ്? അത് ലോകമാന്യതയാണ്, അത് ലോകമാന്യതയാണ്. എന്തിനാ മൂപ്പര് ഇങ്ങനെ മെല്ലെ നടക്കണം? മൂപ്പര് ഭയങ്കര ആലിമാണ്, മൂപ്പര് ഭയങ്കര ദിവ്യനാണ്, ഭക്തനാണ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഉമർ ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് ശക്തമായിട്ട് വിലക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ അല്ലെങ്കിൽ അതിന് ശേഷം ഉമറായിരുന്നു പണ്ഡിതന്മാരിൽ സയ്യിദുൽ ഖുറ. പക്ഷെ ഉമർ ഇദാ മശാ അസ്റ നടന്നാൽ വേഗത്തിൽ നടക്കുമായിരുന്നു. വ ഇദാ തകല്ലമ അസ്മഅ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഇങ്ങനെ മെല്ലെ, അങ്ങനെയല്ല. അതൊക്കെ ഒരു തരം ലോകമാന്യത. പിന്നെ വൈദ ദറബ ഉജ അടിച്ചാൽ അടി കിട്ടിയ ഓർമ്മ ഉണ്ടാവും, ആ രീതിയിൽ അടിക്കുമായിരുന്നു എന്നാണ്. ഏതായാലും ഈ പറ്റ അവധാനത സാവകാശം അതും പാടില്ല, എന്നാൽ ആകെ ഇസ്രാദും പാടുള്ളതല്ല. വഖ്സിദ് ഫീ മശീക നടത്തത്തിൽ മിതത്വം വേണം. അതേപോലെ തന്നെ വഗ്ദുദ് മിൻ സൗതിക ശബ്ദം അത് ഒതുക്കണം എന്നാണ് ഇവിടെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അതിനർത്ഥം
പിന്നെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും, വേഗത്തിൽ നടക്കേണ്ടി വരും അല്ലേ. അത് പിന്നെ ഇതൊരു പൊതു അദബ് മര്യാദ പഠിപ്പിക്കാൻ. അല്ലാതെ ചിലപ്പോൾ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്ലാസം മതങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യം റസൂലുള്ളാഹി മടങ്ങിയപ്പോൾ ഇൻഹറഫ്, തിരിഞ്ഞ് നടന്നു എന്നാണ് അല്ലേ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റ എന്നാണ്, വേഗം കൂട്ടി നടന്നു എന്നാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹർവല എന്നാണ്. ഹർവല എന്നാണ് എന്താ? ഓടി, ഒരു ഓട്ടം, ഹർവല ഓടിയതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ദറ എന്നാണ്. അഹ്ദറ എന്നാണ് കുതിച്ചു പാഞ്ഞു എന്നാണ്. അതാ ബഖീ ഖബർ, ആ ഇരുട്ടത്താണ്. രാത്രി ഖബർസ്ഥാനിൽ പോയിട്ട് അവിടെ ആരും കാണാനൊന്നുമില്ല. സമൂഹത്തിൽ ആരെങ്കിലും പ്രതികൂലമായി യേശുന്ന രീതിയിൽ അവിടെ ആരും ഇല്ല. ആയിഷ റളിയല്ലാഹു തആല തന്നെ ബാക്കിൽ എവിടേക്കായി പോകണമെന്ന് ആലോചിച്ചിട്ട് ഉറക്കത്തിൽ ടോർച്ചടിച്ച് പോയ മാതിരിയാണ്. അപ്പോൾ മഹദി പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻഹറഫ്, അവിടുന്ന് തിരിഞ്ഞ് നടന്നു. എന്നിട്ട് പിന്നെ അസ്റ, സ്പീഡിൽ നടന്നു. പിന്നെ ഹർവല, ഓടി. പിന്നെ അഹ്ദറ, കുതിച്ചു പാഞ്ഞു എന്നാണ്. അത് ചില സന്ദർഭങ്ങളിൽ, അതിൻ്റെ സന്ദർഭങ്ങളിലാകാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. പക്ഷേ ഇത് പിന്നെ പൊതുവെ മനുഷ്യന്മാരുടെ ഉണ്ടാകേണ്ട സ്വഭാവമാണ്. അവരുടെ നടത്തത്തിലുള്ള മിതത്വവും, അതേപോലെ തന്നെ സംസാരിച്ചാൽ ആ സംസാരം അത് പറ്റ ആർത്ത് വിളിച്ചുകൊണ്ടാകാൻ പാടുള്ളതല്ല, എന്നാൽ പറ്റ പതിയനി ആകാൻ പാടുള്ളതല്ല. അത് ഒതുക്കിയായിരിക്കണം എന്നുള്ളതാണ്. വഗ്ദുദ് മിൻ സൗതിക്. എന്നിട്ട് പറയാണ് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. അൻകറൽ അസ്വാത്ത്, ശബ്ദങ്ങളിൽ, സൗത്ത് അസ്വാത്ത് ശബ്ദങ്ങളിൽ ഏറ്റവും അൻകർ എന്ന് പറഞ്ഞാൽ നുക്ര എന്നൊക്കെ പറഞ്ഞില്ലേ, മുൻകർ. അൻകർ എന്നാണ് ഏറ്റവും വെറുപ്പുളവാക്കുന്നത്, ഏറ്റവും വെറുപ്പുളവാക്കുന്നത്, വർജിതമായത്, വെറുപ്പുളവാക്കുന്നത്. ഏറ്റവും അൻകർ മുത്തഫ്ദീന, ഏറ്റവും വെറുപ്പുളവാക്കുന്ന വർജ്യമായ ശബ്ദം അത് ലസൗത്തുൽ ഹമീർ. എന്താ ഹമീർ? അക്രമക്കുമുള്ള ഹമീർ, ഹിമാർ എന്നതിൻ്റെ ബഹുവചനാണ് ഹമീർ, കഴുതകൾ. ലസൗത്തുൽ ഹമീർ, കഴുതകളുടെ ശബ്ദം. ല എന്ന് പറഞ്ഞാൽ ശബ്ദം തന്നെ എന്നുള്ളത് ബലപ്പെടുത്താനാണ്. ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ. ഖാല ഹകീമുൽ ഹമീദി ബൂത ലൗ അൻസഫ ദഹ്റു കുൻതു അർകബു ലിഅന്നനി ജാഹിലുൻ ബസീതു വസാഹിബി ജാഹിലുൻ മുറക്കബു. കാല ഹമീറുൽ ഹക്കീമി, ഹക്കീമിൻ്റെ ഹമീർ പറഞ്ഞു എന്നാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞാനി, ജ്ഞാനി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. തത്വജ്ഞാനി ആയ മനുഷ്യൻ്റെ, അയാൾക്കൊരു കഴുത ഉണ്ടായിരുന്നു, ആ കഴുത പറഞ്ഞു എന്നാണ്. കാല ഹമീറുൽ ഹക്കീമി ബൂത്ത. ഹക്കീമിൻ്റെ പേര് ബൂത്ത, അല്ലെങ്കിൽ കഴുതൻ്റെ പേര് ബൂത്ത. ഹക്കീമിൻ്റെ തത്വജ്ഞാനിയുടെ കഴുത പറഞ്ഞു ലൗ അൻസഫദ്ദഹ്റു, കാലം നീതി പുലർത്തിയിരുന്നുവെങ്കിൽ കുൻതു അർക്കബു, ഞാനായിരുന്നു പുറം കയറേണ്ടിയിരുന്നത്. ഹക്കീമായിരുന്നില്ല എൻ്റെ പുറത്ത് കയറേണ്ടിയിരുന്നത്, ഹക്കീമിൻ്റെ പുറത്ത് ഞാനാണ് കയറേണ്ടത്. ഹമീറാണ് ഹക്കീമിൻ്റെ പുറം കയറേണ്ടിയിരുന്നത്, പുറത്ത് കയറി സഞ്ചരിക്കേണ്ടിയിരുന്നത്. പക്ഷേ കാലം എന്നോട് കാണിച്ച അനീതിയാണ്, അയാൾ എൻ്റെ പുറത്ത് കയറേണ്ടി വന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താ കാരണം പറഞ്ഞത്? ലഅന്നനി ജാഹിലുൻ ബസീതു, കാരണം ഞാൻ ജാഹിലുൻ ബസീതു, ഒരു നോർമൽ ജാഹിലാണ്, വിഡ്ഢിയാണ്. വസാഹിബി, എൻ്റെ ഉടമസ്ഥൻ ഈ ഹക്കീം ജാഹിലുൻ മുറക്കബു എന്നാണ്. മുറക്കബായ ജാഹിൽ എന്നാണ് എന്താ? പമ്പര വിഡ്ഢി എന്നാണ്. അവിടെ ജാഹിലുൻ ബസീത്തു എന്നാണ് പറഞ്ഞ ഹക്കീമിനെ കുറിച്ചല്ല, അത് പുല്ലിംഗാണ്. അത്താൻ എന്നാണ് പറയുക. ഏതായാലും അസ്തഗ്ഫിറുള്ള. ഇന്ന അൻകറൽ അസ്വാത്ത്, ശബ്ദങ്ങളിൽ ഏറ്റവും വിരസവും പിന്നെ വെറുപ്പുമുള്ള ശബ്ദം അത് ലസൗത്തുൽ ഹമീർ എന്നാണ്. ഈ സൗത്തുൽ ഹമീറിന് എന്താ പറയുക? ഹമീറിൻ്റെ സൗത്തിനൊരു പേരുണ്ടല്ലോ. നമ്മളിവിടെ മുമ്പ് അറബി ഭാഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞിരുന്നു. നഹീഖ് എന്നാ പറയാം, നഹീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ സമീഅതും സിയാഹ ദിയകതി ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി വഇദാ സമീഅതും നഹീഖൽ ഹിമാരി ഫതഅവദു ബില്ലാഹി എന്നാണ്. കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടുക. കഴുത കരയുന്നത് കേട്ടാൽ അക്രമക്കുമുള്ള അള്ളാഹുവിനോട് നിങ്ങൾ അഭയം തേടുക, രക്ഷാതേട്ടം നടത്തുക എന്ന് പറഞ്ഞു. അവിടെ നഹീഖുൽ ഹിമാറിൻ്റെ കരച്ചിലാണ് നഹീഖ് എന്ന് പറയുക, സൗത്തുൽ ഹമീർ. ഏതായാലും ഇന്ന അൻകറൽ അസ്വാതി ല സൗത്തുൽ ഹമീർ. ഇവിടെ
പിന്നെ സിദ് ഫി മഷീക വഖ്ദുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ. ഇത് മകൻ തന്നിൽ സൂക്ഷിക്കാൻ ഉള്ള പിന്നെ മര്യാദകളിൽ ഒന്നാണ് ഇവിടെ ലുക്മാൻ എന്നവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത് പിന്നെ ഇപ്പം ഈ ആയത്തിൽ ഇതോട് കൂടിയിട്ട് ലുക്മാൻ എന്നവരുടെ ഹിക്മത്ത് മകനോടുള്ളത് തീരെയാണ്. ഇതിൽ നോക്കിയാൽ നിങ്ങൾ എല്ലാ വിഷയങ്ങളും പെട്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ പെട്ടു, തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ശുക്റിനെ കുറിച്ച് പറഞ്ഞു, മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞു, അവരെ അനുസരിക്കുന്ന വിഷയം പറഞ്ഞു, അനുസരിക്കാൻ പാടില്ലാത്ത വിഷയം പറഞ്ഞു, പിന്നെ അള്ളാഹുവിനെ നിരീക്ഷിക്കാനും സൂക്ഷിക്കാനുള്ള വിഷയം പറഞ്ഞു. ഇൻതക്കും ഇസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ എന്നൊക്കെ പറയല്ലേ, അള്ളാഹിനെ സൂക്ഷിക്കാനുള്ള വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ നിസ്കാരത്തിൻ്റെ വിഷയം പറഞ്ഞു. അതേപോലെ നന്മ കൽപ്പിക്കുന്ന വിഷയം, തിന്മ വിലക്കുന്ന വിഷയം. അപ്പോൾ കൽപ്പിക്കുമ്പോൾ നന്മ ചെയ്യുന്ന വിഷയം, വിലക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിഷയം, അതൊക്കെ വന്നു. പിന്നെ ഈ പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ ഇതിൽപ്പെട്ടു. അതുകൊണ്ട് എല്ലാവിധ പിന്നെ മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ ഹിക്മത്തിൻ്റെ ആയത്തുകളാണ് ഈ വന്നത് എന്നുള്ളത് തഫ്സീറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ലുക്മാൻ എന്നവരുടെ വസയ്യത്ത് അല്ലെങ്കിൽ ഹിക്മത്ത് അത് ധാരാളം പ്രസ്താവിയാണ് തഫ്സീറുകളിൽ. പ്രത്യേകിച്ച് തഫ്സീറുൽ അലൂസി ഈ ലുക്മാൻ എന്നവരുടെ ഈ ഹിക്മത്തുകൾ കൊടുത്തതിന് ശേഷം ഒരു 28 ഹിക്മത്തുകൾ ഇതിനെ തുടർന്ന് കൊടുക്കുന്നുണ്ട്. ഇതിന് തഫ്സീറിൽ ഇതിനെ തുടർന്നല്ല, തഫ്സീറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ തഫ്സീർ കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നുണ്ട് ലുക്മാൻ എന്നവരുടെ ഹിക്മത്തുകൾ. അതേപോലെ പിന്നെ വേറെയും തഫ്സീറുകളിലൊക്കെ ലുക്മാൻ എന്നവരുടെ ഹിക്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ, നമ്മളിവിടെ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ ആളുകളുടെ കയ്യിൽ വിരചിതമായിരുന്ന പിന്നെ ഒരു വിഷയമാണെന്ത്, ലുക്മാൻ എന്നവരുടെ ഹിക്മത്ത്. അതുകൊണ്ടല്ലേ മദീനയിൽ നിന്ന് ആര് വന്നപ്പോൾ, സുവൈദ് എന്നവർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സംഭാഷണം നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എന്താണ് പിന്നെ ലുക്മാൻ എന്നവരുടെ ഹിക്മത്താണുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കാൻ, ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൂടെ ഉള്ളത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഖുർആൻ ഓതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ലുക്മാൻ എന്നവരുടെ ഈ ഹിക്മത്തുകൾ അത് കുറേ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്, തഫ്സീറുകളിലുണ്ട്. അതിൽ ഇവിടെ സുപ്രധാനങ്ങളായതും ഒരു പിന്നെ ആളുകൾക്ക് ഇഹപര ജീവിതത്തിന് മാതൃകയായിട്ടുള്ളതുമായതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ചിലതിപ്പോൾ മകനോട് തന്നെ മകനെ വിളിച്ചിട്ട് യാ ബുനയ്യ ലാ തകുൻ ഹുൽവൻ. എന്താ ഹുലു പറഞ്ഞ എന്താ, ഹുലു പറഞ്ഞാൽ മധുരം അല്ലേ, ഹുലു പറഞ്ഞാൽ മധുരം, സ്വീറ്റ് അല്ലേ. അതിന് നേരെ പേര് ഇതാണെന്ത്, മുർ. മകനോട് പറയുന്നത് യാ ബുനയ്യ ലാ തകുൻ ഹുൽവൻ, മകനെ നീ ഹുൽവാകരുത്, പറ്റ മധുരാകരുത്. എന്താ ഫതുബ്ല, അപ്പോൾ ആളുകൾ നിന്നെ വിഴുങ്ങും. വലാ തകുൻ മുർറൻ, നീ പറ്റ കയ്പാകരുത്, അപ്പോഴെന്താ ഫതുൽഫൽ, ആളുകൾ നിന്നെ തുപ്പിക്കളയും. അപ്പോൾ ആളുകൾ നിന്നെ വിഴുങ്ങാനും പാടില്ല, ആളുകൾ നിന്നെ തുപ്പാനും പാടുള്ളതല്ല, തുപ്പിക്കളയാനും പാടുള്ളതല്ല. അതുകൊണ്ട് നീ ലാ തകുൻ ഹുൽവൻ ഫതുബ്ല വലാ തകുൻ മുർറൻ ഫല തുൽഫബ് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ കുറേ ഇത് അതിൽ ചിലത് ഏറ്റവും ഹൃദ്യമായത് ഇദാ കുൻത ഫിസ്സല, നീ നിസ്കാരത്തിലാണെങ്കിൽ, യാ ബുനൈ മകനെ വിളിച്ചിട്ട് പറയുകയാണ് ഇദാ കുൻത ഫിസ്സല, നീ നിസ്കാരത്തിലാണെങ്കിൽ ഫഹ്ഫദ് ഖൽബക്, നീ സൂക്ഷിക്കേണ്ടത് എന്താണ്, നിൻ്റെ ഹൃദയത്തെയാണ്. കാരണം എന്താണ്, ഭക്തിയും അതേപോലെ തന്നെ ഇഖ്ലാസും ഖുശൂഉം ഖശിയത്തും ഒക്കെ ഇവിടെ എൻ്റെ മഹല്ല ഖൽബല്ലേ. അതുകൊണ്ട് ഇദാ കുൻത ഫിസ്സല, നീ നിസ്കാരത്തിലാണ് എങ്കിൽ ഫഹ്ഫദ് ഖൽബക്, നിൻ്റെ ഖൽബിനെ നീ സൂക്ഷിക്കുക. വ ഇദാ കുൻത അല ത്വആം, നീ ഭക്ഷണത്തിന് മുന്നിലാണ് എങ്കിൽ ഫഹ്ഫദ് ഹൽഖക്, നീ സൂക്ഷിക്കേണ്ടത് നിൻ്റെ ഹൽക്കിനെയാണ്, പിന്നെ അതിനെ നീ സൂക്ഷിക്കും. വ ഇദാ കുൻത ഫീ ബൈത്തിൽ ഗൈർ, നീ മറ്റുള്ളവരുടെ വീട്ടിലാണ് എങ്കിൽ എന്താ സൂക്ഷിക്കേണ്ടത്, മറ്റുള്ളവരുടെ വീട്ടിലാണ് എങ്കിൽ ആരാ ബസറന്ന് ഫഹ്ഫദ് ബസറക്ക്, മാഷാ അല്ലാഹ് ലുക്മാൻ ഇവിടെ ഉണ്ട്. ഫഹ്ഫദ് ബസറക്ക്, നീ നിൻ്റെ ദൃഷ്ടി സൂക്ഷിക്ക്. ആരാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ പാളി നോക്കി തുറന്നു നോക്കി അതല്ല, ദൃഷ്ടി സൂക്ഷിക്കും. വൈദാ കുൻത ഫീ ബൈത്തി ഗൈരിക ഫഹ്ഫദ് ബസറക്. വൈദാ കുൻത ബൈനന്നാസ്, നീ ആളുകൾക്കിടയിലാണ് എങ്കിൽ എന്താ സൂക്ഷിക്കേണ്ടത്, ഫഹ്ഫദ്
ലിസാനക്, നിൻ്റെ നാവ് നീ സൂക്ഷിക്ക് എന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ കുറേ പിന്നെ അവലുൽ ഖദബ് ജുനൂൻ വ ആഖിറുഹു നദം യാ ബുനൈ, എൻ്റെ മകനെ, പിന്നെ ഇന്ന അവലൽ ഖദബ്, കോപത്തിൻ്റെ തുടക്കം, ജുനൂൻ എന്താണ്, ഭ്രാന്താണ്, വ ആഖിറുഹു, കോപത്തിൻ്റെ ഒടുക്കം, അന്നദം എന്താ, ഖേദമാണ്, വിരൽ കടിക്കലാണ്. ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി കുറേ പിന്നെ വിഷയങ്ങൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ലുക്മാൻ എന്നവരെ ആര് എന്ന് വിശദീകരിക്കാതെ കുറേ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ കട എഴുതി വെച്ചാണ്, കുറച്ചൊന്ന് പഠിക്കാൻ വേണ്ടി നേരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് ഉദ്ധരിച്ച് ഏതായാലും നമുക്കിനി അതിൻ്റെ ഈ സുഹൃത്തിൻ്റെ ബാക്കി സംസാരങ്ങൾ ഏതായാലും മനസ്സിലായി. ശരിയാണ്, ചില സംസാരങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്തത്തിനെ കുറിച്ച് പറഞ്ഞു തരും. ചില സംസാരങ്ങൾ എന്ത് വേണ്ടി വരും, ഉറക്കനെ പറയേണ്ടി വരും. പക്ഷേ എങ്കിലും ഒരു പൊതു മര്യാദ എന്താ, പൊതുമര്യാദ പറഞ്ഞു. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതാണെങ്കിൽ എന്താ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, സൂറത്ത് ഇസ്രായേൽ പറഞ്ഞത്, ലാ തജ്ഹർ ബിസലാത്തിക വലാ തുഖാഫിത് ബിഹ വബ്തഗി ബൈന ദാലിക സബീല എന്നല്ലേ. ലാ തർഫ ബിസലാത്തിക കാരണം ഖുർആൻ ഓതത്തിനെ കുറിച്ചാണ് പറയുന്നത്. പറ്റ ഉറക്കനെ ഓതരുതെന്ന് പറഞ്ഞു. വലാ തുഖാഫിത് ബിഹ എന്നാൽ പറ്റ പതുക്കി ആക്കരുത് എന്ന് പറഞ്ഞ് അതിനിടയിലൊരു മാർഗം സ്വീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളിങ്ങനെ മൈക്കിലോതും പോലെ ഓതിയ അത് പറഞ്ഞ സാധാരണ ഓത്താ പറഞ്ഞത്. പറ്റ ലേലം വിളിക്കാൻ പാടുള്ളതല്ല, എന്നാൽ പറ്റ ഇതാക്കാനും പാടുള്ളതല്ല. ചിലരുണ്ടല്ലോ പിന്നെ മനസ്സിലോതും, അങ്ങനെ മനസ്സിലല്ലോ ഓതുക, പിന്നെയോ നാമനങ്ങണം, സ്വന്തത്തെ കേൾപ്പിക്കും വേണം. അങ്ങനെയാണ് ഖുർആൻ ഓതുക. അപ്പോഴേ ഖിറാഅത്താവുള്ളൂ. ഖിറാഅത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ നിസ്കാരത്തിൽ എങ്ങനെ, നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയ അങ്ങനെ അല്ലാഹു അക്ബർ കൈ കെട്ടിയിട്ട് ഒരാളും, അതൊരിക്കലും ഓത്തല്ല, അത് ഖിറാഅത്തായിട്ട് പരിഗണിക്കൂല. തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൻ്റെ റുക്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതെ നിസ്കാരമില്ല. അപ്പോൾ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ ചുരുങ്ങിയത് നമ്മളെ കേൾപ്പിക്കണം, ചുണ്ടാനങ്ങണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നമ്മളെ കേൾപ്പിക്കണം, ചുണ്ടാനങ്ങണം. അപ്പോഴേ ഖിറാഅത്താവുള്ളൂ. ഇത് ഖിറാഅത്തല്ലേ, സ്വന്തത്തെ കേൾപ്പിക്കണം, ചുണ്ടാനങ്ങും വേണം. ഒരാൾ അത് തക്ബീറത്തുൽ ഇഹ്റാം അല്ല, അത് നിയ്യത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പിന്നെ ഫക്കബ്ബിർ എന്നാണ്. ഇദാ കബ്ബറൽ ഇമാമു ഫക്കബ്ബിർ വ ഇദാ ഖറഅ ഫഅൻസിത്. ഖിറാഅത്താണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഖിറാഅത്തിന് ചുണ്ടാനങ്ങണം, നമ്മളെ കേൾപ്പിക്കണം. നമ്മളെ കേൾപ്പിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാതിനെ കേൾപ്പിക്കുന്ന രീതിയിൽ ഓതണം. അപ്പം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹു എന്താ പറഞ്ഞത്, ഉമറിനോട് എന്താ പറഞ്ഞത്, ഒറ്റക്ക് ഓതുമ്പോൾ തന്നെ പറഞ്ഞത് പറ്റ ഒച്ച ഉയർത്താണ്ട, എന്നാലെ പറ്റ താഴ്ത്തണ്ട എന്ന് പറഞ്ഞില്ലേ. അവർ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി കണ്ടത് എന്താ പറഞ്ഞില്ലേ, പണ്ട് കാലങ്ങളിൽ വസൂരിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് ഒന്നായിട്ട് ഉറക്കനോ തന്നെ രീതി. അതൊരു പിന്നെ ശരിയല്ലല്ലോ. അള്ളാഹുവിൻ്റെ കലാമിനോട് ഒരാളിങ്ങനെ ഇങ്ങനെ ഉറക്കനെ ഇതാക്കുക എന്നുള്ളത്. ഓത്ത് ശരിയാകും അങ്ങനെ ഓതിയിട്ടെങ്കിൽ ഓത്ത് ശരിയാകുമോ? ഒരാളിങ്ങനെ ഉറക്കനെ ഓതിയിട്ടുണ്ടെങ്കിൽ ഓരോ ഹർഫുകൾക്ക് നൽകേണ്ട ഒരു ഇതില്ലേ, വസനും തൂക്കമൊക്കെ അല്ലേ. ഒരാൾ പതുക്കെ ഓതണത് ഇങ്ങനെ മൈക്കിക്കൂട്ടി ഉറക്കനെ കേൾപ്പിക്കുന്ന വിഷയമല്ല ഈ പറയുന്നത്. ഒരാൾ ഓതണ വിഷയമാണ് പറഞ്ഞത്. അതിന് ഓരോ ഹർഫ് ഉച്ചരിക്കുമ്പോൾ അതിന് ഇന്ന സ്ഥാനം, അതിന് ഇത്ര തോത്, ഇങ്ങനത്തെ ഇതൊക്കെ അല്ലേ, അതൊക്കെ പോയി പോകും. എന്തായാലും പൊതുവെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു മര്യാദയാണ് ഇവിടെ പറഞ്ഞത്. വഖ്സദ് ഫി മശീക വഗ്ദുദ് മിൻ സൗതിക്. ഈ സൂറത്തിൻ്റെ വിഷയം ലുക്മാൻ എന്നവരുടെ വസിയത്ത് മാത്രമല്ല. സൂറത്തിൽ ലുക്മാൻ എന്നവരുടെ വസിയത്ത് അള്ളാഹു കൊടുത്തുകൊണ്ട് അതിന് സൂറത്ത് ലുക്മാൻ എന്ന് പേരിട്ടുന്നേ ഉള്ളൂ. ഈ സൂറത്തിൽ ആദ്യം മുതലേ പറയുന്നത് എന്താണ്, മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നിലപാടിൻ്റെ വിഷയത്തിലുള്ള പിന്നെ തിരുത്തലുകളും അതിലവരെ ഉണർത്തലുകളൊക്കെയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിലേക്ക് തന്നെ പോവാണ്. ലുക്മാൻ എന്നവരുടെ വസിയത്ത് ഏതാനും വചനങ്ങളിൽ ഉണർത്തിയതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി അതേ വിഷയങ്ങളിലേക്ക് തന്നെ പോവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. അലം തറൗ എന്നാണ്
നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സഖറലക്കും നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നു, കീഴ്പ്പെടുത്തി തന്നു. എന്ത്? മാഫിസ് സമാവാത്ത്, സമാവാത്തിലുള്ളതെല്ലാം, വ മാഫിൽ അർദ്, ഭൂമിയിൽ ഉള്ളതും എല്ലാം. മാ പറയുമ്പോൾ അതിന് ഒരു ഉമൂമിൻ്റെ മാനയാണ്. വ അസ്ബഗ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് മേൽ, അസ്ബഗ എന്ന് പറഞ്ഞാൽ അക്മല, അത്തമ്മ, അഹാത്ത, നമുക്ക് പറയാം, വിശദീകരിക്കാം. യഥേഷ്ടം കരിഞ്ഞു എന്നർത്ഥം. നിയമഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, നിയമത്തുകൾ, ബാഹിറത്തൻ വ ബാത്തിന. ഇവിടെ അലം തറവ് എന്നാണ്. നിങ്ങൾ തറ റഅ എന്നുള്ളതിൽ നിന്നല്ലേ അത്? റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, റുയത്ത് കാഴ്ച. നമ്മൾ പറഞ്ഞു ബസറിൻ്റെ കാഴ്ച ഉണ്ട് അല്ലേ, നമ്മുടെ കണ്ണുകൊണ്ടുള്ള കാഴ്ച. പിന്നെ നമ്മുടെ കൽബ് കൊണ്ടുള്ള കാഴ്ച ഉണ്ട് അല്ലേ. കണ്ണുകൊണ്ടുള്ള കാഴ്ച അത് റുയ, റഅ. കൽബ് കൊണ്ടുള്ള കാഴ്ച അത് മനസ്സിലാക്കലും ഗ്രഹിക്കലുമാണ്. ഇവിടെ കൽബിൻ്റെ കാഴ്ചയാണ് പ്രധാനം. അലം തറവ്, നിങ്ങൾ കണ്ടില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ എന്നുള്ളതാണ്. ഇനി ബസറിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. മാനത്തേക്ക് ചൂണ്ടിയിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഭൂമിയിലേക്ക് ചൂണ്ടിയല്ലേ. അലം തറവ്, നിങ്ങൾ അറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ. ഇവിടെ ഈ അലം ആ എന്നുള്ളതുണ്ടല്ലോ, ഇസ്തിഫാം, അതിന് തഖ്രീരി എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അലം തറവ് അന്നല്ലാഹ സഖറ ലക്കും, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിധേയമാക്കി തന്നു, കീഴ്പ്പെടുത്തി തന്നു എന്നത് അലം തറവ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ലാഹു സ്ഥിരീകരിക്കുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഖറ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നത്? മാഫിസ് സമാവാത്ത്, സമാവാത്തിൽ ഉള്ളതെല്ലാം. സമാവാത്തിലുള്ളത് എന്താ? സമാവാത്തിലുള്ളത് സൂര്യ നക്ഷത്രാദികൾ, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെല്ലാം. പിന്നെ അവിടെയുള്ള മലക്കുകൾ, കാര്യങ്ങളൊക്കെ. സമാവാത്തിൽ എത്ര മലക്കുകളുണ്ട്? വ മാഫിൽ അർദ്, അർദാണ് ഭൂമി, ഭൂമിയിലുള്ളതെല്ലാം, ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങളും. അതിൽ കരയുണ്ട്, കടലുണ്ട്, വെള്ളമുണ്ട്, വായുണ്ട്, പിന്നെ വൃക്ഷ ലതാദികൾ തുടങ്ങി ഉള്ള മണ്ണും കല്ലും തുടങ്ങിയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് തസ്ഖീർ ചെയ്തു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വ അസ്ബഗ അലൈക്കും, നിങ്ങളുടെ മേൽ. അസ്ബഗ എന്താ? അസ്ബഗ ഇസ്ബാഖിൽ നിന്നാണ്. എന്താ ഇസ്ബാഖ്? ഇസ്ബാഖ് ഇവിടെ സാധാരണ കേൾക്കൽ ഇസ്ബാഖ്, നീന്ത്. ഇസ്ബാഖ്, ഇസ്ബാഖ് ഇക്മാലിനാണ് അത് അറിയിക്കുന്നത്. ഇക്മാൽ, പൂർത്തീകരിക്കുക. അതുപോലെ ഇത്മാം, ഇഹാത്ത, ഇഹാത്ത വലയം ചെയ്യുക. ഇസ്ബാഖുൽ ഉദു. നമ്മൾ നേരത്തെ ഖസ്ദ് വന്ന് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് അത്തയാലിസി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ സലാസുൻ മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞ, സലാസുൻ മുഹ്ലിക്കാത്ത്, പിന്നെ സലാസുൻ മുനജ്ജിയാത്ത് എന്ന് പറഞ്ഞ. സലാസുൻ, 3 കാര്യങ്ങൾ, മുഹ്ലിക്കാത്തുൻ, ആളുകളെ കൊല്ലുന്നതും നശിപ്പിക്കുന്നതും തീർക്കുന്നതുമാണ്. സലാസുൻ മുനജ്ജിയാത്ത്, 3 കാര്യങ്ങൾ ആളുകളെ രക്ഷപ്പെടുത്തുന്നതും അവരെ മോക്ഷത്തിന് നിദാനവുമാണ്. പിന്നെ സലാസുൻ കഫാറാത്ത്, കഫാറാത്ത്, 3 കാര്യങ്ങൾ കഫാറാത്താണ്. കഫാറാത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് പരിഹാരം, പ്രായശ്ചിത്തം. പിന്നെ പറഞ്ഞു സലാസുൻ ദറജാത്ത് അല്ലേ, ദറജാത്ത്. അതിൽ പെട്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. എന്ത് ഇതിലാണ്? ഇസ്ബാഖുൽ വുദു. ഇസ്ബാഖുൽ വുദു ഏതാ? മുഹ്ലിക്കാത്ത് ഏതാ? സലാസുൻ മുഹ്ലിക്കാത്ത്, നാശകാരികളാണ്, നശിപ്പിക്കുന്നവയാണ് 3 കാര്യം എന്ന് പറഞ്ഞത്. ഒന്ന് ഷുഹ്. എന്താ ഷുഹ്? ഷുഹ് എന്ന് പറഞ്ഞാൽ അറുപിശിക്ക്, ലുബ്ധത, ലുബ്ധത. ഷുഹ് റസൂൽ പറഞ്ഞ ഷുഹുൻ മുത്താഴ എന്നാട്ടോ. ഷുഹുൻ മുത്താഴ, ലുബ്ധത, പിശുക്കുണ്ടല്ലോ. എല്ലാ മനുഷ്യന്മാർക്കും എന്തുണ്ട്? ഒരു തരം പിശുക്കുണ്ടാവും അല്ലേ? പിടിച്ചു വെക്കുന്ന ഒരു സ്വാർത്ഥതയുടെ ഒരു പരിവേഷം എല്ലാവരിലും ഉണ്ടാകും. പക്ഷേ അത് ഷുഹുൻ മുത്താഴ ആകുമ്പോൾ
ഒരാൾ അതിനെ പിന്തുടർന്ന് സക്കാത്ത് കൊടുക്കൂല, സദക്ക കൊടുക്കൂല, ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൊടുക്കൂല, മൂർന്നോടത്ത് ഇപ്പ് വെക്കൂല. ചില ആളുകൾ പിശുക്ക് കാരണത്താൽ ഒരു മുറിവ് ഏറ്റിട്ട് കുറച്ച് ഇപ്പ് ദിമ്മ തേക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ കൊടുക്കൂല. അതാണ് മൂർന്നോടത്ത് ഇപ്പ് വെക്കൂല പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നൈ ഷുഹുൽ മുതായി, ആളുകൾ വിധേയപ്പെടുന്ന ലുബ്ധതയായി. അത് മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞു. പിന്നെ ഷുഹുൽ മുതാ, ഹവൻ മുത്തബ. ഹവ എന്താ ഹവ? ദേഹേച്ച. എല്ലാവർക്കും എന്തുണ്ട്? ഈ ഇച്ഛകളുണ്ട്. ദേഹേച്ച മനുഷ്യ സഹജമാണ് ഹവ. പക്ഷേ ഹവ അത് മുത്തബ, മനുഷ്യൻ്റെ മനസ്സ് ഇച്ഛിക്കണീനനുസരിച്ച് മനുഷ്യന്മാരെല്ലാ വഴിക്കും പോയിട്ടുണ്ടെങ്കിൽ എന്തായി? എല്ലാ തെറ്റുകളും ചെയ്യും. എല്ലാ തെറ്റുകളിലേക്കും ആളുകൾ പോകും. അപ്പോൾ അതും നാശകാരിയാണ്. പിന്നെ ഇഅ്ജാബ് അൽ മർഉ, അല്ലെ? ഇഅ്ജാബ് എന്താ? ഈ ഇഅ്ജാബ് ഇഅ്ജാബുൽ മർഉ ബിനഫ്സിഹി, താൻ പോന്നവൻ എന്ന ഭാവം. ഞാൻ ഓക്കെ, തൻ്റെ കാര്യത്തിൽ എപ്പോഴും ലൈക്ക്, തന്നെ പൊക്കി, അതതിൽ പെട്ടതാണ്. താൻ ഭാവം, ഞാൻ മതി, ഇന്നെ പറയാ ജാരാ, എനിക്കത് ഞാൻ, അതിൽ പെട്ടതാണ്. അന ഖൈറും മിൻ ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. പിന്നെ ഞാൻ എന്നുള്ള ഭാവം, അത് ഇത് മൂന്നാണ് മുഹ്ലിക്കാത്ത്. ഷുഹുൻ മുതാ, ഹവൻ മുത്തബ, ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി. ഇനി മുനജ്ജിയാത്ത്. അത് മുനജ്ജിയാത്തിൽ പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വഖസുദു ഫി മശീഖ്. അൽ ഖസ്ദു എന്താ? ഖസ്ദ് അൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിന. എന്താ? ഫിൽ ഫഖ്രി വൽ ഗിന. ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സമ്പത്ത്. ഈ അതിൽ ഖസ്ദ് മിതത്വം എന്ന് പറഞ്ഞാൽ പിന്നെ ദാരിദ്ര്യാവസ്ഥയിലും ഒരാൾ ധന്യാവസ്ഥയിലുമുള്ള മിതത്വം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അടിച്ചു പൊളിച്ചു തൂഫാകനാകണ പ്രശ്നമല്ല. ഇല്ല, പരിമിതിയാണെന്ന് വിചാരിച്ചിട്ട് പറ്റേ എരപ്പനാകണ പ്രശ്നമല്ല. മിതത്വം, അതാണ് അൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിന. പിന്നെ രണ്ടാമത്തേത് അൽ അദ്ലു. എന്താ? അൽ അദ്ലു ഫിൽ ഗദബി വരിത. അതിൽ നിന്നാണ് നീതി. അപ്പോൾ ഫിൽ ഗദബ് ദേഷ്യപ്പെടുന്ന അവസ്ഥയിലും, വരിത തൃപ്തിയുടെ അവസ്ഥയിലും. തൃപ്തിയാണ് ദേഷ്യമാണ് എന്നില്ല, ദേഷ്യമാണെന്ന് വിചാരിച്ചിട്ട് ഒരു അനീതി പറയലില്ല. പറ്റ സന്തോഷാവസ്ഥയിലുള്ള അങ്ങനത്തെ ഒരു അനീതിയുടെ വിഷയമല്ല. രണ്ട് സന്ദർഭങ്ങളിലും നീതി, അതാണ്. മൂന്നാമത്തേത് ഖശിയത്ത്. എന്താ? ഖശിയത്തുള്ള, പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. എവിടെ? ഫിസ്സിറി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനെ കുറിച്ചുള്ള പേടി. ഖശിയത്തുല്ലാഹി ഫിസ്സിറി വൽ അലാനിയ. ഇത് മുനജ്ജിയാത്ത്. എന്താ മുനജ്ജിയാത്ത്? ഒരു മനുഷ്യന് രക്ഷയ്ക്ക് കരണീയമായ കാര്യങ്ങളാണ്, ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. ഇതൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തന്നെ പറയാണ്: സലാസുൻ മുഹ്ലിക്കാത്ത്, സലാസുൻ മുനജ്ജിയാത്ത്, സലാസുൻ കഫാറാത്ത്. കഫാറാത്ത് എന്താ പറയും? ഒന്ന്, നഖ്ലുൽ അഖ്ദാം ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്കുള്ള കാൽവെപ്പുകൾ, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള പോക്ക്, അതാണ് നഖ്ലുൽ അഖ്ദാം. ചില നിവേദനങ്ങളിൽ കസ്റത്തുൽ ഖുത, എന്താ? അധികരിച്ച കാൽവെപ്പുകൾ, ഖുതുവത്ത്. രണ്ടാമത്തേത്, അത് നമ്മുടെ വിഷയം എന്താ ഇസ്ബാഗ് അൽ വുദു, ഇസ്ബാഗുൽ വുദു. എന്താ ഇസ്ബാഗുൽ? അതാണ് നമ്മുടെ വിഷയം. അവിടെ നമ്മൾ പോയത്. ഇസ്ബാഗ് എന്ന് പറഞ്ഞാൽ ഇക്മാൽ, ഇത്മാം ഫിസ്സബറാത്ത്. ഇസ്ബാഗുൽ വുദു ഫിസ്സബറാത്ത് എന്നാണ്. വുദു പൂർണ്ണമായിട്ട് കഴുകേണ്ട അവയവങ്ങളിൽ പൂർണ്ണമായിട്ട് കഴുകേണ്ട അവയവങ്ങൾ പൂർണ്ണമായിട്ട് കഴുകൽ. വിരലുകൾക്കിടയിൽ വെള്ളം നനച്ച് കഴുകൽ, ചുളിവുള്ള ഇടങ്ങളിൽ വെള്ളമാക്കി കഴുകൽ, അതേപോലെ തന്നെ ഈ മിർഫഖ് ഇവിടെയൊക്കെ കഴുകൽ. അതെപ്പോൾ? ഫിസ്സബറാത്ത്. സബറാത്ത് എന്ന് പറഞ്ഞാൽ ശൈത്യത്തിൽ, തണുപ്പിൽ, ശൈത്യകാലത്ത് വുദു ഇസ്ബാഗ് ചെയ്യൽ, പൂർണ്ണമായി എടുക്കൽ. അതാണ് നമ്മുടെ വിഷയം ഇവിടെ. അസ്ബഗ അലൈക്കും ഇസ്ബാഗുൽ വുദു. മൂന്നാമത്തെ എന്താ? അവിടെ ദറജാത്ത്. എന്താ ദറജാത്ത്? കഫാറാത്ത് എന്ന് പറഞ്ഞാൽ എന്തല്ലോ? പാപങ്ങൾക്ക് പരിഹാരം, തെറ്റുകൾക്ക് നമ്മളെ വീഴ്ചകൾ കഴുകാനും
പരിഹരിക്കാനുള്ള കർമ്മങ്ങൾ. അതാണ് നഖ്ലുൽ അഖ്ദാം ഇലൽ മസാജിദ്, ഇസ്ബാഖുൽ വുദു ഫി സബറാത്ത്. പിന്നെ ദറജാത്ത്, ഒരാൾക്ക് ഉന്നത സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സ്വർഗത്തിൽ നേടിത്തരുന്ന കാര്യമാണ്. ഒന്ന് ഇത്ആമു തആം, തിന്നാൻ കൊടുക്കുക. രണ്ടാമത്തേത് പിന്നെ ഇഫ്ഷാ ഉസ്സലാം. ഇഫ്ഷാ ഉസ്സലാം എന്ന് പറഞ്ഞാൽ എന്താ? സലാം പറയാ. പിന്നെ മൂന്നാമത്തേത് സലാത്തുല്ലൈൽ. സലാത്തുല്ലൈൽ രാത്രി നിസ്കാരം. വന്നാസുനിയാം, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് സലാത്തുല്ലൈൽ. പിന്നെ ഇഫ്ഷാ ഉസ്സലാം, അതാണ് ആദ്യത്തെ അല്ലേ. ഇവിടെ ഇന്തിദാർ ഉസ്സലാം ബഅദ സലാം, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റേ നിസ്കാരത്തെ പ്രതീക്ഷിക്കൽ. ഓക്കെ. അപ്പോൾ ഇതാണ് പിന്നെ ഇതാദ്യമാണ് ഹദീസിൽ വന്നല്ലേ നഖ്ല്. പിന്നെ ഏതായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ പിന്നെ 3 കാര്യങ്ങൾ, ഒരാളെ നാശത്തിൽ പതിപ്പിക്കുന്നത്, ഒരാൾക്ക് രക്ഷയായി ഭവിക്കുന്നത്, ഒരാളുടെ പാപങ്ങൾ പരിഹരിക്കുന്നത്, ഒരാൾക്ക് ഉന്നത സ്ഥാനങ്ങൾ നേടിത്തരുന്നത്, ഈ കാര്യങ്ങൾ എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു. ഇതിൽ നമ്മുടെ വിഷയം എന്താണ്? ഇസ്ബാഗ്. എന്താ ഇസ്ബാഗ്? ഇസ്ബാഗ് എന്ന് പറഞ്ഞാൽ അസ്ബഗ, എന്താണ്? പൂർണ്ണമായി നൽകുക എന്നുള്ളതാണ്. അസ്ബഗ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നു, തന്നു, തികച്ചു തന്നു. നിഅമഹു, അവൻ്റെ നിഅമത്തുകൾ. ഇവിടെ 2 ഖിറാഅത്താണ്. അസ്ബഗ അലൈക്കും നിഅമതൻ ബാഹിറതൻ വ ബാത്തിനതൻ എന്ന് ഖിറാഅത്തുണ്ട്. നിഅമതൻ എന്ന് ഖിറാഅത്തുണ്ട്. അതാണ് ജുംഹൂറിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഖിറാഅത്ത്. പക്ഷേ ഇവിടെ ബഹുവചനായിട്ട് നിഅമഹു എന്നും ഖിറാഅത്തുണ്ട്. അസ്ബഗ അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹു പിന്നെ ധാരാളമായി പൂർണ്ണമായി കനിഞ്ഞു. നിഅമഹു, അതാണ് ഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹിൻ്റെ നിഅമത്തിനെ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കതിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. കാരണം അത്രമേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞിട്ടുണ്ട്. ആ നിഅമത്തുകൾ എങ്ങനെ കനിഞ്ഞു? ബാഹിറത്തൻ, ബാഹിറത്തായി കനിഞ്ഞതുകൊണ്ട്. ബാത്തിനത്തായി കനിഞ്ഞുകൊണ്ട് തന്നെ. ഷാദ, എന്താ ഈ ബാഹിറത്തായ നിഅമത്ത്, അതേപോലെ ബാത്തിനത്തായ നിഅമത്ത്? എന്താ ഈ ബാഹിറത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താ? പ്രത്യക്ഷത്തിൽ കാണാം. ബാത്തിനത്ത് എന്ന് പറഞ്ഞാൽ പരോക്ഷമായി അനുഭവിക്കാം. പരോക്ഷമായി നമുക്ക് നഷ്ഊർ വനഹസ്, നമുക്ക് അനുഭവിക്കാം. ആന്തരികമായി നമുക്ക് പിന്നെ അനുഭവിക്കാം, അറിയാം. അങ്ങനെ ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം. അങ്ങനെയുള്ള നിയമം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിയമത്തുകളിൽ ബാഹിറത്തുണ്ട്, ബാത്തിനത്തുണ്ട്. ബാത്തിനത്തേഷ്, സൂര്യൻ്റെ വെളിച്ചം അതില്ലെങ്കിൽ ജീവിതം അസാധ്യമല്ലേ. സൂര്യൻ്റെ ഊർജ്ജമാകട്ടെ, സൂര്യ വെളിച്ചത്തിൻ്റെ അതിലെ വെട്ടവും അതിലെ ഊർജവും അതിലെ ചൂടും പിന്നെ അതിലുള്ള മറ്റു പിന്നെ പിന്നെ ഘടകങ്ങൾ, അതൊക്കെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ബാഹിറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇസ്ലാം അല്ലേ ഏറ്റവും വലിയ നിഅമത്ത്. എന്താ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് പൂർത്തീകരിച്ചു. നിഅമത്ത് ഏതാണ്? ഇസ്ലാമാണ്. അതാണ് ഏറ്റവും ബാഹിറത്തായിട്ടുള്ള നിഅമത്ത്. അപ്പോൾ ഏറ്റവും ബാത്തിനുള്ള നിഅമത്ത് എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്റുദ്ദുനൂബ്. നമ്മളുടെ തെറ്റുകൾ അള്ളാഹു മറച്ചു പിടിച്ചു എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ തെറ്റുകളെ മാലോകരിൽ നിന്ന് മറച്ചു പിടിച്ചു എന്നുള്ളതാണ് ബാത്തിനത്തായിട്ടുള്ള നിഅമത്ത്. അന്നാലോചിച്ച് നോക്കാനി, അതെങ്ങാണ്ട് പരസ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു കവി അറിഞ്ഞില്ലേ, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി എന്നാണ്. വല്ലാഹി ലൗ അലിമു, അള്ളയാണ് ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഖബീഹ സരീറതി, ഞാൻ എൻ്റെ കട്ടിൽ കാണിച്ച മോശത്തരങ്ങൾ, ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി, എന്നെ കാണുന്നവരെ എന്നോട് സലാം പറയില്ല എന്ന് പറയുമായിരുന്നാണ്. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചതാണ്, അള്ളാഹിൻ്റെ സിത്ർ. അപ്പോൾ തെറ്റുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു പിടിച്ചു എന്നതാണ് അള്ളാഹുവിൻ്റെ ബാത്തിനത്തായ നിഅമത്ത് എന്ന്. അതതിൽ പരിമിതമല്ല, ഇസ്ലാമിലും പരിമിതമല്ല, ഇവിടെ സിത്റുദ്ദുനൂബിൽ പരിമിതമല്ല. പക്ഷേ ഇബ്നു അബ്ബാസിനെ പോലുള്ളൊരു മഹാൻ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒന്നും പിന്നെ പ്രഥമമായി എണ്ണി എന്നുള്ളത്. ചിലർ പറഞ്ഞ ബാഹിറത്തായ പിന്നെ നിഅമത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഇപ്പോൾ മനുഷ്യൻ അവൻ
ഇരുകാലിൽ നടക്കുന്നു, പാദങ്ങളിൽ നിൽക്കുന്നു, അവനുണ്ട് അവൻ്റെ സൃഷ്ടിപ്പ്. അത് തന്നെ പിന്നെ ബാഹിറത്തായിട്ടുള്ള നിയമത്തിൽ എന്താണ്. അതേപോലെ തന്നെ പിന്നെ മനുഷ്യന്മാരുടെ ഈ അള്ളാഹു കനിഞ്ഞ സ്വഭാവങ്ങൾ, സൽസ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ചിലർ മനുഷ്യന്മാരുടെ നുത്തുക്ക് സംസാരം ഇങ്ങനത്തെ എന്തായാലും വാഹിറായിട്ടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അള്ളാഹ് പറഞ്ഞില്ലേ, അല്ലെ ഇൻ തഴുതു, നിങ്ങളതിനെ എണ്ണാണെങ്കിൽ ആ തുറസുക എണ്ണി തീർക്കാൻ പറ്റൂല. ഇവിടെ മാത്തിനായതിൽ പെട്ടതാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ അഖിൽ, മനുഷ്യന് പഠിച്ചു വന്ന അഖിൽ അല്ലേ. അതേപോലെ തന്നെ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മാരിഫത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ച് നൽകിയ യഖീൻ, ഇതൊന്നും മനുഷ്യന്മാർ ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ അളക്കിനെ കാണുന്ന വിഷയങ്ങളൊന്നുമല്ലോ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബ്, അതേപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനോടുള്ള ഹുബ്ബ്, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കനിഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക അല്ലേ. ഇതൊക്കെ അള്ളാഹു കനിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് മനുഷ്യന്മാർക്ക് ഇങ്ങനെ നഗ്ന നേത്രം കൊണ്ടോ അല്ലെങ്കിൽ ഭൂത കണ്ണാടി വെച്ചോ കാണേണ്ടതായ നിയമത്തൊന്നല്ലത്. ഇതൊക്കെ നമ്മൾ അത് നൽകപ്പെട്ടവർ അനുഭവിക്കുന്ന ഉള്ളാലറിയുന്ന അനുഗ്രഹങ്ങളാണ്. അതാണ് ബാത്തിനായ നിയമത്തുകൾ. പിന്നെ ഇതല്ലാതെ ഇപ്പോൾ ശാസ്ത്രപരമായി നമുക്ക് എണ്ണാനും അളക്കാനുള്ളതൊക്കെ അതിൽ പെട്ടു അല്ലേ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിയമത്തുകൾ ധാരാളം. വസ്ബഗ അലൈക്കും നിഅമഹു ബാഹിറതൻ വ ബാത്തിന. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറോ എന്നാണ് ചോദിക്കുന്നുണ്ടല്ലോ. ഇതാരോട് ചോദിക്കുന്നത്? സൂറത്തുൽ ലുഖ്മാൻ മക്കിയത്താണ്. മക്കയിൽ അള്ളാഹുവിനെ കൂട്ടാക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടാക്കാത്ത ആളുകളോടാണ് ഇതിൽ പ്രധാനം ഈ ചോദ്യം, അലം തറോ എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ സമ്മതിക്കുന്ന ആളുകൾ, ഇതൊക്കെ അള്ളാഹു തന്നു എന്നുള്ളത് സമ്മതിക്കുന്ന ആളുകളാണ് വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. അതാണ് വിഷയം. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയത്തിൽ തർക്കിക്കുന്നത്. ഈ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ബാഹിറതൻ വബാതിനതൻ. അള്ളാഹു ആരോടാ ചോദിക്കുന്നത് ഇവിടെ? ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് മക്കക്കാരായ ബൗദ്ധ വിശ്വാസികളോടാണ്. അവർ സമ്മതിക്കുന്ന വിഷയമാണിത്. പക്ഷേ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തർക്കിക്കുന്നത് അല്ലേ. ആ തർക്കം അത് ഒരു വലിയ ചരിത്രത്തിൻ്റെതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ആ ചരിത്രം അതെങ്ങനെയായിരുന്നു എന്നത് ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ല നമുക്ക് വിശദീകരിക്കും. വിധേയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് അതിൻ്റെ ഉപയോഗങ്ങൾ, കാര്യങ്ങൾ നമ്മളെ ആകാശത്തിൽ വിധേയപ്പെടുത്തുന്നതിലാണല്ലോ മലക്കുകൾ. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിധേയമാക്കി തന്നത്? മലക്കുകൾ മനുഷ്യർക്ക് എന്തൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മലക്കുകൾ പിന്നെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണില്ലേ, പൊറുക്കലിനെ തേടണില്ലേ, സ്വർഗം ചോദിക്കണില്ലേ, നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടണില്ലേ. അതേപോലെ പിന്നെ ആകാശ ലോകങ്ങളിലുള്ള സൃഷ്ടിചരാചരങ്ങൾ മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവാ അലൽ അർശ് യുഗ്ശിൽ ലൈല അൻ-നഹാറ യത്ലുബുഹു ഹസീസ വശംസ വൽ ഖമറ വൻ-നുജൂമ മുസഖ്ഖറാത്തിൻ ബിഅംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വശംസ വൽ ഖമറ വൻ-നുജൂമ മുസഖ്ഖറാത്തിൻ ബിഅംരിഹി, അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അല്ലാഹു അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പിന്നെ സൃഷ്ടിപ്പിൽ, അതിൻ്റെ പ്രകൃതിപരമായിട്ടുള്ള അതിൻ്റെ പിന്നെ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ അതിൻ്റെ ഉപകാരമായിരിക്കാം. അതുകൊണ്ട് ഏറ്റവും ഉപയോഗപ്പെടുത്തുന്നത് എല്ലാത്തിൻ്റെയും കീഴ്പ്പെടുത്തലിൻ്റെ ധർമ്മം ഒരേപോലെയല്ല. അപ്പം നമുക്കിപ്പോൾ ഒരു ഒട്ടകത്തെ കീഴ്പ്പെടുത്തി തന്നത് പോലെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേറെ ജീവിയെ കീഴ്പ്പെടുത്തി തന്നത്? ഒരു യാത്രാമൃഗത്തെ കീഴ്പ്പെടുത്തി തന്നത് പോലെയാണോ? ഇപ്പോൾ ഒരു പിന്നെ പശുവിനെ കീഴ്പ്പെടുത്തി തന്നത് ഒരു ഒട്ടകത്തെ കീഴ്പ്പെടുത്തി തന്നത് പോലെയാണോ? അല്ല. അക്രമക്കല്ലാ ഒരു കഴുതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി തന്നത് പോലെയല്ല ഒരു കാളയെ കീഴ്പ്പെടുത്തി തന്നത്. ഓരോന്നിനും എന്തുണ്ട്? ഓരോ പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അതിൻ്റേതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുണ്ട്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ഉപയോഗിക്കാൻ, അത് ഉപകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധേയമാക്കി തന്നു എന്നുള്ളതാണ്. കൂലി വാങ്ങിയിട്ടുള്ള കീഴ്പ്പെടുത്തലാണെങ്കിലും നമ്മൾ ചിലവഴിച്ച് പകരം നൽകിയിട്ട് ഉപയോഗപ്പെടുത്തലാണെങ്കിലും അതൊരു തരം തസ്ഖീറാണ്. മനസ്സിലായോ? ഞാനും വേണമെങ്കിൽ ആ പദം നമുക്ക് വിശദീകരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ തസ്ഖീർ? ഞാൻ അത്രയ്ക്ക് എന്ത് ചെയ്തില്ല,
പിന്നെ അതൊരു അങ്ങനെ ഒരു തിരിയാത്തൊരു വിഷയമല്ലല്ലോ എന്ന് കേൾക്കാൻ വിട്ടതാണ്. അതായത് ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ അതിന് അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളിൽ എന്ത് ചെയ്യുന്നു, മനുഷ്യർക്ക് ജിന്നുകൾക്ക് വിധിവിലക്കുകൾ ബാധകമായവർക്കാണ് വിശിഷ്യ അതിൻ്റെയൊക്കെ എന്ത് കൂടുതൽ ഉപയോഗം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും ഇങ്ങനെ ഓരോ ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനാടാൻ മാത്രം ഇങ്ങനെ തന്നു എന്നുള്ളതോ അല്ല. അങ്ങനെ അതിന് ഉള്ള സൃഷ്ടികളുണ്ട്. അതിനുള്ള സൃഷ്ടികൾ അതിനുണ്ട്. സൂര്യൻ്റെ ധർമ്മം വേറെയാണ്, ചന്ദ്രൻ്റെ ധർമ്മം വേറെയാണ്, നക്ഷത്രങ്ങളുടെ ധർമ്മങ്ങൾ വേറെയാണ്. ഇത് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, എന്തൊരു കാര്യം പറഞ്ഞോ അത് ഇനി ഈ അഹദുൽ ഹജർ ശിലായുഗം, ആ ശിലായുഗത്തിലുള്ളവർക്കും ഇനി അതല്ല ഇനി പിന്നെ ഈ സൈബർ യുഗത്തിലുള്ളവർക്കും ഒക്കെ ഒരുപോലെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ല, അന്ന് കാലങ്ങളിൽ സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ, അതേപോലെ തന്നെ ചന്ദ്രൻ ഉദിച്ചില്ല എങ്കിൽ അതിന് പരിഭവിക്കുന്നവരില്ലേ? ഇരുട്ട് വന്നില്ല എങ്കിൽ പരിഭവിക്കുന്നവരില്ലേ? സൂര്യൻ്റെ ഉപകാരം അറിയുന്നവരില്ലേ അന്ന് കാലങ്ങളിൽ? അറബികളുടെ കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ശലം കർത്തയച്ച് പറയുന്നത്